ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബഹുഭുജങ്ങളുടെ ആന്തരിക കോണുകളുടെ തുക എന്ന ആശയമാണ്. എന്താണ് ബഹുഭുജങ്ങൾ? ബഹുഭുജങ്ങൾ എന്നാൽ മൂന്നോ അതിലധികമോ വശങ്ങളുള്ള അടഞ്ഞ ജാമിതീയ രൂപമാണ് ബഹുഭുജങ്ങൾ. ബഹുഭുജങ്ങൾക്ക് ഉദാഹരണമാണ് ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം, സപ്തഭുജം, അഷ്ടഭുജം തുടങ്ങിയവ. നമുക്കിന്ന് ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളെക്കുറിച്ച് പഠിക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് ബഹുഭുജങ്ങൾക്ക് ഉദാഹരണമായ ത്രികോണത്തിൻ്റെയും ചതുർഭുജത്തിൻ്റെയും ചിത്രങ്ങളാണ്. ത്രികോണത്തിൽ കോൺ എ, കോൺ ബി, കോൺ സി എന്നിവയാണ് ആന്തരിക കോണുകൾ. അതുപോലെ ചതുർഭുജത്തിലെ ആന്തരിക കോണുകളാണ് കോൺ എ, കോൺ ബി, കോൺ സി, കോൺ ഡി എന്നിവ. ത്രികോണത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക കാണാൻ കോൺ എ, കോൺ ബി, കോൺ സി എന്നിവയുടെ തുക കണ്ടാൽ മതി. കോൺ എ, കോൺ ബി, കോൺ സി എന്നിവയുടെ തുക കണ്ടാൽ 180 ഡിഗ്രിയാണ് ലഭിക്കുന്നത്. അതായത് ത്രികോണത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അടുത്തതായി നമുക്ക് ബഹുഭുജത്തിലെ ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക നോക്കാം. ചതുർഭുജത്തെ നമുക്ക് രണ്ട് ത്രികോണങ്ങളായി തിരിക്കാം. ചതുർഭുജത്തെ രണ്ട് ത്രികോണങ്ങളാക്കിയാൽ നമുക്കറിയാം ത്രികോണത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 180 ഡിഗ്രിയാണെന്ന്. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 180 അധികം 180 360 ഡിഗ്രി ആയിരിക്കും. അടുത്തതായി നമുക്ക് പഞ്ചഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക നോക്കാം. നമുക്ക് പഞ്ചഭുജത്തെ 3 ത്രികോണ ഭാഗങ്ങളായി തിരിക്കാം. 3 ത്രികോണങ്ങളുടെ ആന്തരിക കോണുകളുടെ തുക 180 അധികം 180 അധികം 180 540 ഡിഗ്രി നമുക്ക് ലഭിക്കും. n വശങ്ങളുള്ള ബഹുഭുജങ്ങളുടെ ആന്തരിക കോണുകളുടെ തുക കണ്ടെത്താൻ വശങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 2 കുറച്ച് 180 ഡിഗ്രി കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് n-2 × 180 ഡിഗ്രി. n വശങ്ങളുടെ എണ്ണം, അതിൽ നിന്ന് 2 കുറച്ച് 180 ഡിഗ്രി കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ബഹുഭുജങ്ങളുടെ ആന്തരിക കോണുകളുടെ തുക ലഭിക്കും. n-2 × 180 ഡിഗ്രി എന്ന സമവാക്യം ഉപയോഗിച്ച് നമുക്ക് 17 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക കണ്ടെത്താം. 17 വശങ്ങൾ എന്നാൽ n = 17. n-2 × 180 = 17 - 2 × 180 ഡിഗ്രി. n-2 17 - 2 15 ലഭിക്കും. 15 × 180 ഡിഗ്രി = 2700 ഡിഗ്രി ലഭിക്കും. അതായത് 17 വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 2700 ഡിഗ്രി ആയിരിക്കും. ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എന്ന ഭാഗത്തെ ഒരു പ്രവർത്തനം നോക്കാം. ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 3600 ഡിഗ്രി ആയ ഒരു ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം എത്ര? നമുക്ക് നൽകിയിരിക്കുന്നത് ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക 3600 ഡിഗ്രി എന്നാണ്. അതായത് n-2 × 180 = 3600. n-2 = 3600 × 180. n-2 = 20 ലഭിക്കുന്നു. n-2 20 ലഭിച്ചാൽ n = 20 അധികം 2 22 ലഭിക്കും. അപ്പോൾ വശങ്ങളുടെ എണ്ണം 22 ലഭിക്കുന്നു. അതായത് 3600 ഡിഗ്രി ആന്തരിക കോണുകളുടെ തുകയായ ബഹുഭുജത്തിൻ്റെ വശങ്ങളുടെ എണ്ണം 22 ആയിരിക്കും. എല്ലാവർക്കും ബഹുഭുജത്തിൻ്റെ ആന്തരിക കോണുകളുടെ തുക എന്ന ആശയം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.